ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 3-ാം അധ്യായം. ഉദ്ധവർ വിതുരരോട് വീണ്ടും തുടർന്ന് സംസാരിക്കുകയാണ്. വൃന്ദാവനത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ ബലരാമനോടൊപ്പം മഥുരയിലെത്തി പരദ്രോഹിയായ കംസനെ സിംഹാസനത്തിൽ നിന്നും വലിച്ച് താഴെയിട്ട് അവിടെ നിന്നും നിലത്തുകൂടി ശക്തിയോടെ വലിച്ചിഴച്ച് കാലപുരിക്കയച്ചു. പിന്നീട് തൻ്റെ മാതാപിതാക്കളെ കാരാഗൃഹത്തിൽ നിന്നും മോചിതരാക്കി. കൃഷ്ണൻ സാന്ദീപനി മഹർഷിയിൽ നിന്നും സകല വേദങ്ങളും ഉപനിഷത്തുക്കളും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചിരുന്നു. ഒരു മാത്ര തൻ്റെ ഗുരുവിൽ നിന്നും ശ്രവിക്കുന്നതോടെ അവയൊക്കെ അവന് ജ്ഞേയമാകുന്നു. തുടർന്ന് മൃതിയടഞ്ഞ ഗുരുപുത്രനെ പഞ്ചജനനിൽ നിന്നും പിടിച്ചെടുത്ത് ഗുരുദക്ഷിണയായി ഗുരുവിന് സമർപ്പിച്ചു. ഭീഷ്മകരുടെ പുത്രിയായ രുക്മിണിയുടെ ക്ഷണം സ്വീകരിച്ച് അവളുടെ കൊട്ടാരത്തിലെത്തി അവളുടെ സ്വയംവരത്തിനായെത്തി ആ സൗഭാഗ്യവും കാത്തിരിക്കുന്ന നിരവധി രാജകുമാരന്മാരുടെ ഇടയിലൂടെ ഗരുഡൻ പണ്ട് അമൃതം റാഞ്ചിക്കൊണ്ടുപോയതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണിയെ കടത്തിക്കൊണ്ടുപോയി. പിന്നീടൊരു സ്വയംവര അവസരത്തിൽ 7 കാളക്കൂറ്റന്മാരെ പരാജയപ്പെടുത്തി നഗ്നാജിതി രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്തു. എതിർക്കാൻ വന്ന രാജാക്കന്മാരെ യഥാവിധി യുദ്ധത്തിൽ യമപുരം ചേർക്കുകയും ചെയ്തു. ഒരു സാധാരണ മനുഷ്യനെപ്പോലെ തൻ്റെ ഭാര്യയെ പ്രീതിപ്പെടുത്തുവാനെന്നോണം സ്വർഗത്തിൽ നിന്നും പാരിജാതത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ദ്രൻ തൻ്റെ ഭാര്യയാൽ പ്രലോഭിതനായി ഇതിൻ്റെ പേരിൽ ഭഗവാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ധരിത്രിയുടെ മകൻ നരകാസുരൻ ആകാശം മുഴുവൻ പിടിച്ചടക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ ഭഗവാന്റെ സുദർശന ചക്രത്താൽ വധിക്കപ്പെട്ടു. പിന്നീട് ഭൂമിദേവിയുടെ പ്രാർത്ഥനയെ മാനിച്ച് നരകാസുരൻ്റെ രാജ്യത്തെ അയാളുടെ പുത്രന് തിരികെ നൽകി. അങ്ങനെ ഭഗവാൻ അസുരന്മാരുടെ കോട്ടയ്ക്കകത്ത് പ്രവേശിച്ചു. അവിടെ നരകാസുരൻ കാരാഗ്രഹത്തിലടച്ചിരുന്ന അനേകം രാജകുമാരിമാർ ദീനവത്സലനായ ഭഗവാനെ കണ്ടതും നാണത്തോടെ സന്തോഷവതികളായി. ഭഗവാനെ പതിയായി സ്വീകരിക്കുവാനുള്ള അത്യാർത്തിയോടെ ആ കരുണാമയനെ അവർ നോക്കി. ഭഗവാൻ ആത്മമായാൽ ഒരേ വേളയിൽ ഓരോ സ്ത്രീകൾക്കും അനുയോജ്യമാമിതം അനേകം ദിവ്യശരീരങ്ങൾ കൈക്കൊണ്ട് നിരാലംബരായ ആ രാജകുമാരിമാരെ വേളി കഴിച്ചു. ഓരോരുത്തരെയും വെവ്വേറെ ഭവനങ്ങളിൽ താമസിപ്പിച്ചു. ഭഗവാൻ ഇവർക്ക് ഓരോരുത്തർക്കും തനിക്കു സമമായ 10 സന്തതികളെ വീതം നൽകി അനുഗ്രഹിച്ചു. അന്ന് സാൽവനും മഗധയുടെ രാജാവ് കാലയവനനുമൊക്കെ മധുരയെ ആക്രമിച്ചു. അവർ തങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം രാജ്യത്തെ വളഞ്ഞു. എങ്കിലും അവരെ വധിക്കുന്നതിൽ നിന്നും ഭഗവാൻ ഒഴിഞ്ഞുമാറി നിന്നുകൊണ്ട് തൻ്റെ സേനയുടെ യുദ്ധകുശലതയെ ശത്രുക്കൾക്ക് കാട്ടിക്കൊടുത്തു. ശംബരൻ, ദ്വിവിധൻ, ബാണൻ, മുരൻ, ബല്വൻ തുടങ്ങിയ രാജാക്കന്മാർക്കും അസുരന്മാരായ ദണ്ഡവക്രാദികളും ഒക്കെ ഭഗവാനോട് പോരിന് വന്നു. പക്ഷേ അവരിൽ ചിലരെ അവൻ നേരിട്ട് വധിക്കുകയും മറ്റു ചിലരെ മറ്റുള്ളവരാൽ കൊല്ലിക്കുകയും ചെയ്തു. അല്ലയോ വിതുരരെ, കുരുക്ഷേത്രത്തിൽ ശത്രുപക്ഷത്തു നിന്നും അങ്ങയുടെ പക്ഷത്തു നിന്നും അനേകം പേർ അതിഘോരമായ യുദ്ധം ചെയ്തു. അവർ യുദ്ധഭൂമിയിലൂടെ കൂകി വിളിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ഓടുമ്പോൾ ഭൂമിദേവി വിറയ്ക്കുകയായിരുന്നു. ഇങ്ങനെ അതിശക്തന്മാരായ അനേകം യോദ്ധാക്കളുടെ മൃത്യുവിന് ഭഗവാൻ കാരണക്കാരനായി. കർണൻ്റെയും ദുശാസനൻ്റെയും സൗബലൻ്റെയും തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി ദുര്യോധനന് തൻ്റെ ആയുസ്സും സൗഭാഗ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു. യുദ്ധഭൂമിയിൽ തുട തകർന്നു കിടന്ന ദുര്യോധനനെ കാണാൻ ഭഗവാന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഹേ വിതുരരെ, കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച വേളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭൂമിക്ക് ഭാരമായിരുന്ന 18 അക്ഷൗഹിണികളെ ഇതാ ദ്രോണരും ഭീഷ്മരും അർജുനനും ഭീമനുമൊക്കെ ചേർന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ എൻ്റെ കുലമായ യദുക്കളുടെ ഭാരം ഇപ്പോഴും ഭൂമിദേവിക്ക് താങ്ങാനാകാത്ത വിധം വളർന്ന് വലുതായിരിക്കുന്നു. അവരെ കൂടി ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ മധുമത്തരായി കണ്ണും ചുവപ്പിച്ച് തമ്മിൽ കലഹിച്ച് തനിയെ ഇല്ലാതാകുന്നതാണ്. എൻ്റെ അഭാവത്തിൽ ഇത്യർത്ഥം അല്ലാതെ മറ്റൊരു വഴി വേറെ ഇല്ല. പിന്നീട് ഭഗവാൻ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് ധർമാധിഷ്ഠിതവും ശ്രേഷ്ഠവുമായ ഒരു ഭരണം കാഴ്ചവെക്കുവാനായി യുധിഷ്ഠിരനെ ലോകാധിപതിയായി വാഴിച്ചു.
പുരുവംശത്തിൻ്റെ അനന്തരാവകാശി പിന്നീട് മഹാനായ അഭിമന്യുവിൻ്റെ പുത്രനായി ഉത്തരയുടെ ഗർഭത്തിൽ പിറന്നു. ആ ഭ്രൂണം ദ്രോണപുത്രൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ദഹിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ വച്ചു തന്നെ അവനെയും പരിരക്ഷിച്ചു. ധർമ്മപുത്രൻ രാജ്യഭരണമേറ്റു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ കൊണ്ട് അശ്വമേധയാഗം ചെയ്യിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭക്തനായ യുധിഷ്ഠിരൻ സഹോദരന്മാർക്കൊപ്പം തൻ്റെ രാജ്യത്തെ സകല സൗഭാഗ്യങ്ങൾക്കൊപ്പം പരിപാലിച്ചു. അതേസമയം ഭഗവാനാകട്ടെ വേദവിധികൾക്കനുസരിച്ച് തികച്ചും അനാസക്തനായി സാങ്ക്യശാസ്ത്രാദി വിധികൾ പ്രമാണമാക്കി ദ്വാരകയിൽ വാണു. അവിടെ ഭഗവാൻ തൻ്റെ അന്തരാത്മാവിൽ പരമാനന്ദാനുഭവരസം നുകർന്നുകൊണ്ട് ഭക്തന്മാർക്ക് അമൃത വചസ്സുകൾ അരളിക്കൊണ്ട് സകല ഐശ്വര്യങ്ങളുടെ അത്ഭുതചരിതനായി ആ ആധ്യാത്മിക ശരീരത്തിൽ കുടികൊണ്ടു. യദുക്കളോടൊപ്പം ഇഹത്തിലും പരത്തിലും അവൻ തൻ്റെ ലീലകളാടി. വിശ്രമവേളകളിൽ ഭഗവാൻ തൻ്റെ ഭാര്യമാർക്കൊപ്പം ക്ഷണസൗഹൃദം പങ്കിട്ടു. ഇങ്ങനെ അനേക ദിവ്യ സംവത്സരങ്ങൾ ശ്രീകൃഷ്ണൻ ഒരു ലൗകികനെ പോലെ ജീവിച്ചു. ഒടുവിൽ പൂർണ്ണ വിരക്തനാവുകയും ചെയ്തു. സകല ജീവജാലങ്ങളും ഈശ്വരാധീനരാണ്. ആ ജഗദീശ്വരനോട് യോഗം കൂടാൻ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദ്വാരകയിൽ ഒരിക്കൽ കുറേ യദുരാജകുമാരന്മാരും ഭോജകുമാരന്മാരും കൂടി ചേർന്ന് ഒരു കൂട്ടം ഋഷികളെ പരിഹസിച്ച് അവരെ കോപാകുലരാക്കി. ഭഗവാന്റെ ഇച്ഛാനുസൃതം സംഭവിച്ച ഈ ക്രീഡയിൽ ക്രോധിതരായ മുനികൾ അവരെ ശപിച്ചു. പിന്നീട് പരിഭ്രാന്തരായ കുറേ യദുക്കളും ഭോജന്മാരും അന്തകവംശജരും കൂടി അത്യുത്സാഹത്തോടെ തങ്ങളുടെ രഥങ്ങളിൽ കയറി പ്രഭാസതീർത്ഥത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തി കുളി കഴിഞ്ഞ് ഇവർ തങ്ങളുടെ പിതൃക്കളുടെയും ദേവന്മാരുടെയും ഋഷികളുടെയും പരിതൃപ്തിക്കു വേണ്ടി ബലിതർപ്പണം ചെയ്തു. തുടർന്ന് ബ്രാഹ്മണർക്ക് പശു, സ്വർണം, പൊന്നാണയങ്ങൾ, ശയ്യകൾ, വസ്ത്രങ്ങൾ, മാൻതോൽ, കമ്പളം, കുതിര, ആന, കന്യകമാർ, ഭൂമി എന്നിവ ദാനമായി നൽകി അവരുടെ അനുഗ്രഹത്തിന് പാത്രമായി. അവർ തങ്ങളുടെ ശിരസ് ഭൂമിയിൽ തട്ടിച്ച് അവരെ നമസ്കരിച്ചു. അങ്ങനെ ഗോക്കളെയും ബ്രാഹ്മണരെയും പരിരക്ഷിച്ചുകൊണ്ട് അവർ യഥോചിതം വാണു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 3ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.